നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. ടെക്നോളജി ലോകത്ത് ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പോകുന്നു. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ നമ്മൾ സ്വന്തമായി ഒരു വലിയ ചുവട് വയ്ക്കുകയാണ്. എന്താണെന്നല്ലേ? അതെ, ഇന്ത്യയുടെ സ്വന്തം AI ബേസ് മോഡൽ വരുന്നു. ഇതിനായി കേന്ദ്ര സർക്കാർ ഒരു മിടുക്കൻ സ്റ്റാർട്ടപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള സർവം AI ആണ് ആ താരം. 67 കമ്പനികളിൽ നിന്നാണ് സർവം AIയെ നമ്മുടെ IT മന്ത്രി അശ്വിനി വൈഷ്ണവ് തിരഞ്ഞെടുത്തത്. ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേകനിയുടെ പിന്തുണയോടെ വിവേക് രാഘവൻ, പ്രത്യുഷ് കുമാർ എന്നിവർ ചേർന്നാണ് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. ഇവർ നേരത്തെ AI ഫോർ ഭാരത് എന്ന പ്രൊജക്റ്റിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സർവം AI വെറുതെ ഇരുന്നില്ല കേട്ടോ. അവർ ഓപ്പൺ ഹാത്തി എന്ന പേരിൽ ഒരു ഹിന്ദി ഭാഷാ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും മറുപടി തരാനും കഴിവുള്ളതാണ്. ഈ വലിയ ലക്ഷ്യത്തിന് സർക്കാർ വെറുതെ കയ്യും നീട്ടി നോക്കി നിൽക്കുകയല്ല. സർവം AIക്ക് ഏകദേശം 200 കോടി രൂപ വിലമതിക്കുന്ന കമ്പ്യൂട്ടർ പവർ, അതായത് GPU റിസോഴ്സുകൾ സർക്കാർ നൽകും. അത് ഇന്ത്യയെ AI രംഗത്ത് സ്വയം പര്യാപ്തമാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ്. എന്തിനാണ് ഈ സ്വന്തം AI മോഡൽ? സർവം AI ലക്ഷ്യമിടുന്നത് പ്രധാനമായും നമ്മുടെ സ്വന്തം ഭാഷകളിൽ നന്നായി പ്രവർത്തിക്കുന്ന AI മോഡലുകൾ ഉണ്ടാക്കാനാണ്. മലയാളം, തമിഴ്, ഹിന്ദി, ബംഗാളി തുടങ്ങി നിരവധി ഭാഷകളിൽ. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി പോലുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായകമാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ചോദിക്കാനും AIയിൽ നിന്ന് ഉത്തരം നേടാനും കഴിഞ്ഞാൽ എത്ര നന്നായിരിക്കും. ഡിജിറ്റൽ ലോകത്ത് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇന്ത്യൻ AI ലോകത്ത് സ്വന്തം പേര് എഴുതി ചേർക്കാൻ തയ്യാറെടുക്കുകയാണ്. സർവം AIയുടെ ഈ യാത്ര നമ്മുടെ രാജ്യത്തിന് അഭിമാനമാകാനുള്ള വക നൽകും. നമ്മുടെ ഭാഷയും സംസ്കാരവും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് മുന്നോട്ട് കുതിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നന്ദി.